നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന പോസ്റ്റുകൾ തന്നെയാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കേരളത്തിൽ മാത്രം 9ഓളം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് നബാർഡ് അല്ലെങ്കിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. ഈ കാണുന്ന കരിയർ നോട്ടീസസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നബാർഡിന്റെ കരിയർ പേജിലേക്ക് നമുക്കിവിടെ എത്തിച്ചേരുവാൻ കഴിയും. ഈ ഒരു പേജിൽ നിരവധി നോട്ടിഫിക്കേഷൻസ് കാണാം. ഈ ഒരു നോട്ടിഫിക്കേഷനുകളിൽ 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കിവിടെ കാണാം റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ ഇൻ ഗ്രേഡ് എ 2021 എന്ന് നമുക്കിവിടെ കാണാം. അതിന് താഴെ അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ അപ്ലൈ ഹിയർ എന്നൊരു ലിങ്ക് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൽ അഡ്വർടൈസ്മെന്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 7 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരം. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്ന് കൂടി നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ഓഗസ്റ്റ് 2021 ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ 2021 ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിരിക്കും ഇതിന്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒഴിവുകളുടെ കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ഇതിൽ അസിസ്റ്റന്റ് മാനേജർ RDBS പോസ്റ്റുകളിൽ ജനറൽ പോസ്റ്റുകളിൽ നമുക്കിവിടെ കാണാം 74 ഒഴിവുകളാണുള്ളത്. എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് ജനറൽ, SC, ST, OBC, EWS എല്ലാവരെയും ചേർത്ത് 74 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ 13 ഒഴിവുകൾ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 3, അനിമൽ ഹസ്ബൻഡറിയിൽ 4, ഫിഷറീസിൽ 6, ഫോറസ്ട്രിയിൽ 2, പ്ലാന്റേഷൻ ഹോർട്ടിക്കൾച്ചറിൽ 6, ലാൻഡ് ഡെവലപ്മെന്റ് സോയിൽ സയൻസിൽ 2, വാട്ടർ റിസോഴ്സസിൽ 2, ഫൈനാൻസിൽ 21, കമ്പ്യൂട്ടർ ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 15, അതുപോലെ തന്നെ AM രാജ്ഭാഷ എന്ന് പറയുന്ന പോസ്റ്റിൽ 5 വേക്കൻസികൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഏകദേശം 155ഓളം ഒഴിവുകളാണ് നബാർഡിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതിൽ ആദ്യത്തെ പോസ്റ്റ് ജനറൽ പോസ്റ്റിലേക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സിന് 55% മാർക്ക് ഉണ്ടായാൽ മതി. മറ്റുള്ളവർക്ക് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ CA, CS, ICWA കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ PhD കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഡിഗ്രി കഴിഞ്ഞവർക്ക് ജനറൽ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. PG അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോസ്റ്റ് അഗ്രികൾച്ചർ പോസ്റ്റിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ് ആവശ്യം. 60% മാർക്കോട് കൂടി SC ST കാൻഡിഡേറ്റ്സിന് 55% മാർക്ക് മതി. അല്ലെങ്കിൽ PG ഈ പറയുന്ന വിഷയങ്ങളിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സോയിൽ സയൻസ്, അഗ്രോണമി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യം. അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് PG ഉണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത അനിമൽ ഹസ്ബൻഡറി പോസ്റ്റ് ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസസ് അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. ഈ ഒരു വിഷയത്തിൽ PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഫിഷറീസിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. PG ഫിഷറി സയൻസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഫോറസ്ട്രിയിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫോറസ്ട്രി ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. ഈ ഒരു വിഷയത്തിൽ PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ പോസ്റ്റുകളുടെയും ഡീറ്റെയിൽസിന്റെ അവിടെ ക്വാളിഫിക്കേഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ 60% മാർക്കാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SC ST കാൻഡിഡേറ്റ്സിന് 55% മാർക്ക് ഉണ്ടായാൽ മതി. PG കഴിഞ്ഞവർക്ക് 55%വും SC ST കാൻഡിഡേറ്റ്സിന് 50% ഉണ്ടായാൽ മതി. എല്ലാ പോസ്റ്റുകളിലേക്കും അത്തരത്തിൽ തന്നെയാണ് മാർക്കിന്റെ പെർസെൻറ്റേജ് നൽകിയിരിക്കുന്നത്. അടുത്ത 7ാമത്തെ പോസ്റ്റ് പ്ലാന്റേഷൻ ഹോർട്ടിക്കൾച്ചർ പോസ്റ്റ് ആണ്. ഈ ഒരു വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അടുത്ത ലാൻഡ് ഡെവലപ്മെന്റ് സോയിൽ സയൻസ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സോയിൽ സയൻസ്, അഗ്രോണമി ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഈ പറയുന്ന വിഷയങ്ങളിൽ PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. വാട്ടർ റിസോഴ്സസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹൈഡ്രോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ഹൈഡ്രോളജി അല്ലെങ്കിൽ ജിയോളജി ഓർ അപ്ലൈഡ് ജിയോളജി വിത്ത് ഹൈഡ്രോ ജിയോളജി അല്ലെങ്കിൽ ഇറിഗേഷൻ, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വിഷയങ്ങളിൽ PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിലേക്ക് BBA ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് അതല്ലെങ്കിൽ BMS ഫൈനാൻസ് ഓർ ബാങ്കിങ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ 2 വർഷത്തെ PG കോഴ്സ് മാനേജ്മെന്റ്, അതായത് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഫൈനാൻസിൽ
ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും PG ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ MBA ഫൈനാൻസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പോസ്റ്റുകളിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് IT തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ആവശ്യം. 60% മാർക്കോടുകൂടി ബാച്ചിലേഴ്സ് ഡിഗ്രി PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഇനി അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A രാജ്യഭാഷാ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഈ പറയുന്ന PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ഹിന്ദി ടു ഇംഗ്ലീഷ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി മീഡിയം എന്നിവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ട്രാൻസ്ലേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതാണ് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A രാജ്യഭാഷാ പോസ്റ്റുകൾ. അപ്പോൾ അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി കഴിഞ്ഞവർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് കഴിഞ്ഞവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ഒഴിവുകൾ നമുക്കിവിടെ കാണാം. ഇതിൽ ജനറൽ പോസ്റ്റുകളിലേക്ക് ഏത് വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. ഇപ്പോൾ പറഞ്ഞ കാറ്റഗറി വൈസ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകളിലേക്ക് അതായത് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് നമുക്കിവിടെ കാണാം. 1/7/2021 ഏജ് ലിമിറ്റ് കണക്കാക്കുക. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് 2/7/1991 മുൻപോ അല്ലെങ്കിൽ 1/7/2000 ശേഷമോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. ഈ ഒരു വർഷങ്ങൾക്ക് ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. റിലാക്സേഷൻ ഓഫ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 3 വർഷമാണ് OBC കാൻഡിഡേറ്റ്സിന്, 5 വർഷം SC/ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ലഭിക്കുമെന്നുള്ള കാര്യങ്ങളും ഇവിടെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ സിലബസ് ഇങ്ങനെയാണ്. ടെസ്റ്റ് ഓഫ് റീസണിംഗിൽ നിന്നും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയുള്ള വിഷയങ്ങളിൽ നിന്നും 20 മാർക്കിന്റെ വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഡിസിഷൻ മേക്കിംഗ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ജനറൽ അവയർനെസ്സിൽ 20 മാർക്കിന്റെയും, എക്കണോമി ആൻഡ് സോഷ്യോളജി ഇഷ്യൂസ് വിത്ത് ഫോക്കസ് ഓൺ റൂറൽ ഇന്ത്യ 40 മാർക്കിന്റെയും, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട 40 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടായിരിക്കുക. അത്തരത്തിൽ 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. 120 മിനിറ്റ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിനേഷന്റെ ടൈം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസ്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം 14ാമത്തെ പേജ് മുതൽ ഇതിൻ്റെ ഒരു സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ നൽകിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നും പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് കേരളത്തിൽ എക്സാമിനേഷൻ സെന്ററുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സാമിനേഷൻ സെന്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. 19ാമത്തെ പേജിലായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ കേരള എന്ന ഭാഗത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം തുടങ്ങി 9ഓളം സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള എക്സാമിനേഷൻ സെന്റർ നിങ്ങൾക്ക് അപേക്ഷയോടൊപ്പം സെലക്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. ഇതാണ് പ്രിലിമിനറി എക്സാമിനേഷന്റെ സെന്റർ ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം ഒരു phase 2 മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിന്റെ സെന്റർ കേരളത്തിൽ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ എക്സാമിനും അതുപോലെ തന്നെ phase 1 എക്സാമിനേഷനും കേരളത്തിൽ സെന്ററുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അപേക്ഷാ ഫീസിന്റെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് SC, ST, PWD കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ അവർക്കൊരു ഇന്റിമേഷൻ ചാർജ് 150 രൂപ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്യാൻ കഴിയും. മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും 650 രൂപ അപേക്ഷാ ഫീസും 150 രൂപ ഇന്റിമേഷൻ ചാർജും ചേർത്ത് 800 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ നിന്നും വിശദമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കണം. നിങ്ങളുടെ സിഗ്നേച്ചർ, അതായത് ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് വൈറ്റ് പേപ്പറിൽ നിങ്ങൾ ഇട്ട നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ സ്കാൻ ചെയ്ത കോപ്പി വേണം. പിന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ചിട്ട നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇടത് തള്ളവിരലിന്റെ ഇംപ്രഷൻ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളൊരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നൽകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് വേണം നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ഡിക്ലറേഷൻ എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അത് ഇത്തരത്തിലാണ് പിന്നെ നിങ്ങളുടെ പേര്, തുടർന്ന് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസന്റ് ദി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു 3 വരി അല്ലെങ്കിൽ ഒരു 4 ലൈനുള്ളൊരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഈ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ എഴുതി തയ്യാറാക്കണം. അപ്പോൾ ഇതിൻ്റെയും സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനായിട്ട് ഈ ഒരു കരിയർ പേജിലേക്ക് തന്നെ ഒരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പരിശോധിച്ച ഈ ഒരു നോട്ടിഫിക്കേഷന്റെ തൊട്ട് താഴെ തന്നെ അപ്ലൈ ഹിയർ എന്നൊരു ലിങ്ക് കാണാം. ഈ ഒരു അപ്ലൈ ഹിയർ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. IBPSന്റെ പേജിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ആവുക. ഇനി ആ ഒരു പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. 17/7/2021 സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അവസാന തീയതി എന്ന് പറയുന്നത് 7/8/2021 ഓഗസ്റ്റ് 7 അപേക്ഷിക്കേണ്ട അവസാന തീയതി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നതാണ്. അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ നൽകുവാൻ കഴിയും. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐഡിയും കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേരും ലാസ്റ്റ് നെയിമും എല്ലാം ഇവിടെ നൽകുന്നതിന് ശേഷം ഏറ്റവും അവസാനം കാണുന്ന ഈ ഒരു ക്യാപ്ച കോഡ് കൂടി നൽകിയതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനായ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. അവിടെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അടുത്ത പേജിൽ, അതായത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ സെക്ഷനിലേക്ക് പോകും. തുടർന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിവ്യൂ സെക്ഷനിലേക്കും പോകും. അവസാനം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള മറ്റ് ഡോക്യുമെന്റ്സ്, നിങ്ങൾക്ക് ഡിക്ലറേഷൻ പോലെയുള്ള അപ്ലോഡ് ചെയ്യാനുള്ള മറ്റ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് നിങ്ങൾക്ക് പേയ്മെന്റ് സെക്ഷൻ ഉണ്ടായിരിക്കുക. അതായത് അപ്ലോഡ്സും കഴിഞ്ഞതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെന്റ് സെക്ഷനിലേക്ക് പോകും. SC ST കാൻഡിഡേറ്റ്സിനെല്ലാം 150 രൂപയുടെ ഒരു ഇന്റിമേഷൻ ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 800 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും അതിനുശേഷം അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും ഒരു പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും ഉപയോഗിച്ച് ഈ ഒരു സെക്യൂരിറ്റി കോഡ് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് തുടക്കത്തിൽ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് പിന്നീട് നടത്താനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ അവസാന തീയതിക്ക് മുന്നേ തന്നെ ഈ പറയുന്ന എല്ലാ പ്രോസസ്സുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷാ ഫീസും കഴിയുമെങ്കിൽ അടയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അവസാന ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും ഡിഗ്രി ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ മറ്റു ഡിഗ്രികൾ, അതായത് ഈ നോട്ടിഫിക്കേഷനുള്ള ഡിഫറൻറ്റ് സെക്ഷനുകളിലേക്കായിട്ട് ഡിഫറൻറ്റ് ക്വാളിഫിക്കേഷനുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ജനറൽ പോസ്റ്റുകളിലേക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന മറ്റു ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതുപോലെ തന്നെ PG PhD യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അത്തരം സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഞാൻ നബാർഡിന്റെ ഈ ഒരു കരിയർ പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ശ്രദ്ധിക്കുക, ആദ്യത്തെ 3 നോട്ടിഫിക്കേഷനുകൾക്ക് ശേഷം ഈ കാണുന്ന 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അതിന് താഴെയുള്ള അപ്ലൈ ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷനും പരിശോധിക്കാം, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.